മലബാറിലെ സീറ്റ് പ്രതിസന്ധി, അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതോടെ മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. 7 ജില്ലകളിലെ സർക്കാർ സ്കൂളുകളിൽ 30% സീറ്റ് വർധനയാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വർധന. ഈ ജില്ലകളിലെ സ്കൂളുകളിൽ 20% സീറ്റ് വർധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് 10% കൂടി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതും ആശ്വാസമാണ്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, ഈ സീറ്റ് പ്രതിസന്ധി മൂലം ഉപരിപഠനത്തിന് ഒരു വിദ്യാർത്ഥിക്കും അവസരം നഷ്ടപ്പെടാതെ പോകരുത് എന്നൊരു തീരുമാനം, അതിന്റെ ഭാഗമായിട്ടാണ് അടിയന്തര ഇടപെടൽ. അതൊരു താൽക്കാലിക ആശ്വാസം തന്നെയാണ്, പ്രത്യേകിച്ചും മലബാറിൽ. അതിൽ തന്നെ മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തിരുന്നത്. എത്രത്തോളം ആശ്വാസമാവും ഇത്? വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആശ്വാസമാണ്, താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ പറയാം. കാരണം ഓരോ തവണയും നമ്മൾ കാണാറുള്ളതാണ്, +1 പ്രവേശന സമയത്ത് ഈ രീതിയിൽ സീറ്റുകളുടെ വലിയ അപര്യാപ്തതയുണ്ടാകുന്നു. അങ്ങനെ പലപ്പോഴും അൺഎയ്ഡഡ് സ്കൂളുകളെയൊക്കെ ആശ്രയിക്കേണ്ട നിലയിലേക്ക്, ഓപ്പൺ സ്കൂളുകളെയൊക്കെ ആശ്രയിക്കേണ്ട നിലയിലേക്ക് വിദ്യാർത്ഥികൾ മാറുന്ന സാഹചര്യമുണ്ട്. ഇത്തവണ തന്നെ 50,000-ലധികം സീറ്റുകളുടെ ക്ഷാമമാണ് മലബാർ മേഖലയിലുള്ളത്. അതിൽ തന്നെ മലപ്പുറത്താണ് ഏറ്റവും അധികം സീറ്റുകളുടെ കുറവുള്ളത്. ഏതായാലും ഈ രീതിയിൽ 30% 7 ജില്ലകളിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അധിക സീറ്റ് അനുവദിക്കുന്നത് വഴി ഈ പ്രശ്നത്തിനൊരു താൽക്കാലികമായ പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ കണക്കുകൂട്ടുന്നത്. ഏകജാലക പ്രവേശനം ആരംഭിക്കാനിരിക്കെ ഇങ്ങനെയൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. അതേസമയം ഒരു സീറ്റ് ബാച്ചുകളുമായി ബന്ധപ്പെട്ട് കൂടി ആ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. തുടർ ബാച്ചുകൾ ആ രീതിയിൽ അനുവദിക്കും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ കൃത്യമായ രീതിയിൽ ബാച്ചുകൾ അത് അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ പ്രശ്നത്തിനൊരു പൂർണ്ണമായ ഒരു പരിഹാരത്തിലേക്ക് എത്തുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആശ്വാസമാണ്. 30% സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മലബാറിലെ പ്രതിസന്ധിക്ക് നിലവിലെങ്കിലും താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരമുണ്ടാകും. തീർച്ചയായിട്ടും സീറ്റിന്റെ കാര്യത്തിൽ ആശ്വാസമാണ്, ബാച്ചിന്റെ കാര്യത്തിൽ കൂടി അങ്ങനെ ഒരു പരിഗണന വേണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.